മുട്ട വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. കുറഞ്ഞ ചിലവിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 7 പച്ചമുളകും ഒരു 3 ചെറിയ കഷ്ണം ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. അതൊരു 6 7 അല്ലി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരല്പം വിനീഗറും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാർ അടച്ച് വെച്ച് ചമ്മന്തി നന്നായിട്ട് അരയ്ക്കുക. അരച്ചതിന് ശേഷം ഇതിലേക്ക് ബാക്കി വന്നിട്ടുള്ള തേങ്ങ ഫുള്ളായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ സ്നാക്സിലേക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. നമ്മളിപ്പോൾ ഒരു 6 മുട്ട പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ മുട്ടയും ഇതുപോലെ ഹാഫ് പോർഷനായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ആ ബാലൻസ് വന്നിട്ടുള്ള ബാക്കി പോർഷനിൽ നമ്മൾ ചമ്മന്തി വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ്. ഒരു മുട്ടയുടെ ഷേപ്പിലാണ് നമ്മളിത് കവർ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ കവർ ചെയ്തിട്ട് എല്ലാം തന്നെ ആദ്യം റെഡിയാക്കി വെക്കാം. ഫുള്ളായിട്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇപ്പോൾ അതാ ഫുള്ളായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒരു ബൗളിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റൊരു ബൗളിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുക. ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് കോട്ട് ചെയ്യുക. ഫുള്ളായിട്ട് കോട്ട് ചെയ്യുക. അതാ കണ്ടില്ലേ? ഇതുപോലെ കോട്ട് ചെയ്ത് എല്ലാം തന്നെ ആദ്യം റെഡിയാക്കി വെക്കാം. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് സ്റ്റൗവിലൊരു ചീനച്ചട്ടി വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ സ്നാക്ക് ഒരു 3 എണ്ണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക. എന്നിട്ട് ജസ്റ്റ് പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചുവിട്ട് ചെറുതായിട്ട് കളറെല്ലാം മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.